നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്തിലാണ് ഉള്ളത്. വളരെയധികം ആവേശകരമായിരുന്നു ഇന്നലെ ഹലാ മോദി പരിപാടി. കുവൈത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആവേശപൂർവ്വമാണ് ഭാരതീയ പ്രവാസി സമൂഹം സ്വീകരിച്ചത്. നയതന്ത്രത്തിലൂടെ മാത്രമല്ല, ഹൃദയങ്ങളിലൂടെയും ഇരു രാജ്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നതായി ഭാരതീയ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് മോദി പറയുകയുണ്ടായി. ഭാരതീയരെ ഏറെ സ്നേഹിക്കുന്ന ഭരണാധികാരികളാണ് കുവൈത്തിൽ ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഭാസാലം സ്റ്റേഡിയത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത് തിങ്ങി നിറഞ്ഞ സദസ്സിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. നയതന്ത്രത്തിലൂടെ മാത്രമല്ല, ഹൃദയങ്ങളിലൂടെയും ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായും ഇന്ത്യക്കാരെ ഏറെ സ്നേഹിക്കുന്ന ഭരണാധികാരികളാണ് കുവൈറ്റിലുള്ളതെന്നും ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ മോദി പറഞ്ഞു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നമസ്കാർ. പുതിയ കുവൈറ്റിന് ആവശ്യമായ വൈദഗ്ധ്യവും സാങ്കേതിക വിദ്യയും മനുഷ്യശക്തിയും ഇന്ത്യയിലുണ്ട്. കുവൈറ്റുമായുള്ള ബന്ധത്തിന്റെ പ്രധാന ഘടകങ്ങളായ വ്യാപാരം, വാണിജ്യ മേഖലയിലെ ബന്ധങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ, ആരോഗ്യം, പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ടെക്സ്റ്റൈൽ മേഖല തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുവാൻ സാഹചര്യങ്ങൾ വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. भारत के अलग अलग राज्यों से आए हैं, लेकिन आप सभी को देखकर ऐसा लग रहा है जैसे मेरे सामने मिनी हिंदुस्तान उमड़ आया है. നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതെന്നും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യക്കാരാണെന്ന മൂല്യം നമ്മൾ കൈവിടാറില്ല. അടുത്ത ജനുവരിയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ പങ്കെടുക്കുവാൻ ഇന്ത്യൻ പ്രവാസികളെ ആഹ്വാനം ചെയ്തു. 43 years, 4 दशक से भी ज्यादा समय, 43 years के बाद भारत का कोई प्रधानमंत्री कुवैत आया है. आपको हिंदुस्तान से यहां आना है तो 4 घंटे लगते हैं. प्रधानमंत्री को 4 दशक लग गए. മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേരാണ് സമ്മേളനത്തിലെത്തിയത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കും പ്രത്യേകം ക്ഷണിച്ചവർക്കുമാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത്. സുജിത് സുരേഷൻ, ജനം, കുവൈറ്റ്.